എല്ലാവർക്കും നമസ്കാരം. ഡിപ്ലോമ എക്സാമിനേഷൻ ഇൻ എഞ്ചിനീയറിംഗ് ഒക്ടോബർ 2017 എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 പാർട്ട് ബി. ഒക്ടോബർ 2017 ഡിപ്ലോമ എക്സാമിനേഷൻ്റെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 എന്ന പേപ്പറിൽ പാർട്ട് ബി എന്ന സെക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് ബിയിൽ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 7 എണ്ണത്തിൽ ഏതെങ്കിലും 5 എണ്ണം മാത്രം എഴുതിയാൽ മതിയാകും. ഒരു ക്വസ്റ്റ്യന് 6 മാർക്ക് വീതം. ടോട്ടൽ 5 × 6 = 30 മാർക്സ് ആണ് പാർട്ട് ബിയിൽ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് tan theta plus sec theta minus 1 divided by tan theta minus sec theta plus 1 equal to 1 plus sin theta divided by cos theta. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാം. LHS equal to tan theta plus sec theta minus 1 divided by tan theta minus sec theta plus 1. ഇനി നമുക്ക് അറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് നമുക്ക് ന്യൂമറേറ്ററിലെ 1ന് പകരം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ 1ന് പകരം നമുക്ക് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതാവുന്നതാണ്. നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി. അതുപോലെ തന്നെ സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് ഈ ന്യൂമറേറ്ററിലെ 1ന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഈക്വൽ ടു ടാൻ തീറ്റ പ്ലസ് സീക്ക് തീറ്റ മൈനസ് sec theta minus tan theta into sec theta plus tan theta all divided by tan theta minus sec theta plus 1. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ 2 ടേം ഒരുമിച്ച് പരിഗണിക്കുകയാണെങ്കിൽ tan theta plus sec theta, അതായത് sec theta plus tan theta. രണ്ടാമത്തെ ടേമിലും ഒരു sec theta plus tan theta ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂമറേറ്ററിലെ 2 ടേമിൽ നിന്നും നമുക്ക് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ കോമൺ ആയി പുറമേക്ക് എടുക്കാവുന്നതാണ്. ദെൻ ബാലൻസ് വരുന്നത് ഫസ്റ്റ് ടേമിൽ 1 വരുന്നു, മൈനസ് സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ. ശ്രദ്ധിക്കണം, 2 ടേമിലും നമുക്ക് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ കോമൺ ആയി നമുക്ക് പുറമേക്ക് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കോമൺ ആയി പുറമേക്ക് എടുത്തു. അതിനുശേഷം ഫസ്റ്റ് ടേമിൽ 1 and second ടൈമിൽ മൈനസ് സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു, ഇനി ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 1 മൈനസ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ മൈനസ് സീക്ക് തീറ്റ പ്ലസ് 1. ഇപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 1 മൈനസ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ എന്നുള്ള ടേം കാണാവുന്നതാണ്. ആ 2 ടേമും നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ശ്രദ്ധിക്കണം, ന്യൂമറേറ്ററിൽ 1 മൈനസ് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ, ഡിനോമിനേറ്ററിലും സെയിം ടേംസ് തന്നെയുണ്ട്, അതായത് ടാൻ തീറ്റ മൈനസ് സീക്ക് തീറ്റ പ്ലസ് 1. അപ്പോൾ നമുക്ക് ഈ 2 ടേമും ക്യാൻസൽ ചെയ്യാവുന്നതാണ്, വിച്ച് ഈസ് ഈക്വൽ ടു സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ. നമുക്കറിയാം സീക്ക് തീറ്റ ഈക്വൽ ടു 1 ബൈ കോസ് തീറ്റ, അതുപോലെ തന്നെ ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്താൽ മതിയാകും, വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ബട്ട് നോട്ട് ദി പോയിന്റ്. sec square theta minus tan square theta equal to 1. Next problem. If
tan A equal to m by m plus 1, tan B equal to 1 by 2m plus 1. A and B are acute angles. Prove that A plus B equal to 45 degree. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം തന്നിട്ടുള്ള tan A equal to m by m plus 1 and tan B equal to 1 divided by 2m plus 1. ഇനി നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് tan A plus B. tan A plus B equal to tan A plus tan B divided by 1 minus tan A tan B. ഇനി tan A എന്നതിന് പകരം നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് m ഡിവൈഡഡ് ബൈ m പ്ലസ് 1. അതുപോലെ തന്നെ tan Bക്ക് പകരം നമുക്ക് 1 by 2m പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Then m divided by m plus 1 plus 1 divided by 2m plus 1 all divided by 1 minus m by m plus 1 into 1 by 2m plus 1. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ LCM ആണ് കണ്ടുപിടിക്കുന്നത്. ന്യൂമറേറ്ററിലെ ആദ്യത്തെ രണ്ട് ടേമുകൾ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ നമുക്കവിടെ LCM കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാം. Then m into 2m plus 1 plus 1 into m plus 1 divided by m plus 1 into 2m plus 1. ഇനി ഡിനോമിനേറ്റർ പ്രത്യേകമായി പരിഗണിക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് LCM കണ്ടുപിടിക്കാൻ സാധിക്കും. ആദ്യത്തെ 1നെ നമുക്ക് 1 by 1 എഴുതാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ m plus 1 into 2m plus 1 minus m all divided by m plus 1 into 2m plus 1. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് m plus 1 into 2m plus 1 എന്ന ടേമുകൾ ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു m into 2m plus 1 plus m plus 1 divided by m plus 1 into 2m plus 1 minus m which is equal to ന്യൂമറേറ്റർ മാത്രം പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് m കൊണ്ട് ഓരോ ടേമിനെയും ഇൻറ്റു ചെയ്യാവുന്നതാണ്. Then m into 2m 2m square plus m into 1 m plus ബാലൻസ് ഉള്ള m plus 1 അങ്ങനെ തന്നെ എടുത്തെഴുതി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പരിഗണിക്കുകയാണെങ്കിൽ m into 2m 2m square plus m into 1 m plus 1 into 2m 2m plus 1 into 1 1 minus m which is equal to 2m square plus m plus m equal to 2m plus 1 divided by 2m square plus ഡിനോമിനേറ്ററിൽ നമുക്ക് m and minus m ക്യാൻസൽ ചെയ്യാവുന്നതാണ്. Then 2m plus 1. ഇപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ടേംസ് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് അവ തമ്മിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് tan A plus B ഈക്വൽ ടു 1 എന്ന് ലഭിക്കും. ഇതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ് tan 45 ഡിഗ്രി ഈക്വൽ ടു 1. ഇപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് tan A plus B ഈക്വൽ ടു tan 45 ഡിഗ്രി എന്ന് ലഭിക്കും. ഇംപ്ലൈസ് A plus B ഈക്വൽ ടു 40. നെക്സ്റ്റ് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് sin 20 into sin 40 degree into sin 80 degree equal to √3 by 8. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാം. അപ്പോൾ LHS ഈക്വൽ ടു sin 20 into sin 40 into sin 80. ഇതിൽ നിന്നും ആദ്യത്തെ രണ്ട് ടേം, അതായത് sin 20 into sin 40, നമുക്കിവിടെ sin A sin B എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം sin A sin B ഈക്വൽ ടു cos A plus B മൈനസ് cos A minus B all divided by -2. അപ്പോൾ ഇവിടെ A ഈക്വൽ ടു 20 ഡിഗ്രി ആൻഡ് B ഈക്വൽ ടു 40 ഡിഗ്രി.
ദെൻ സൈൻ 20 ഇൻറ്റു സൈൻ 40 ഡിഗ്രിയെ നമുക്ക് കോസ് 20 പ്ലസ് 40 മൈനസ് കോസ് 20 മൈനസ് 40 all divided by -2 എന്നെഴുതാം ഇൻറ്റു സൈൻ 80 ഡിഗ്രി. ഇനി ഇവിടെ നിന്നും ആ ഡിനോമിനേറ്ററിലെ -2, അതായത് നമുക്ക് -1/2 എന്നുള്ള ടേം നമുക്ക് പുറമേക്ക് എടുക്കാവുന്നതാണ്. ദെൻ കോസ് 20 പ്ലസ് 40 60 ഡിഗ്രി മൈനസ് കോസ് 20 മൈനസ് 40 മൈനസ് 20 ഡിഗ്രി ഇൻറ്റു സൈൻ 80 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു കോസ് 60 ഡിഗ്രി മൈനസ്, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കറിയാം കോസ് മൈനസ് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ. അതുകൊണ്ട് തന്നെ കോസ് -20 ഡിഗ്രിയെ നമുക്ക് കോസ് 20 ഡിഗ്രി എന്നെഴുതാവുന്നതാണ് ഇൻറ്റു സൈൻ 80 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു, നമുക്കറിയാം കോസ് 60 ഡിഗ്രി അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. അതുപോലെ തന്നെ നമുക്ക് ആ സൈൻ 80 ഡിഗ്രി ഓരോ ടേമിലേക്കും മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ 1/2 ഇൻറ്റു സൈൻ 80 ഡിഗ്രി മൈനസ് കോസ് 20 ഡിഗ്രി ഇൻറ്റു സൈൻ 80 ഡിഗ്രി. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ടാമത്തെ ടേമായ കോസ് 20 ഇൻറ്റു സൈൻ 80, അതായത് കോസ് എ സൈൻ ബി. നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ് കോസ് എ സൈൻ ബി ഈക്വൽ ടു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ഓൾ ഡിവൈഡഡ് ബൈ 2. ഇപ്പം ഇവിടെ എ ഈക്വൽ ടു 20 ഡിഗ്രി ആൻഡ് ബി ഈക്വൽ ടു 80 ഡിഗ്രി. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു 1/2 സൈൻ 80 ഡിഗ്രി മൈനസ്, ഇനി ആ ഫോമുല അപ്ലൈ ചെയ്യാം, സൈൻ 20 പ്ലസ് 80 മൈനസ് സൈൻ 20 മൈനസ് 80 ഓൾ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു -1/2 ഇൻറ്റു 1/2 സൈൻ 80 ഡിഗ്രി മൈനസ് സൈൻ 100 ഡിഗ്രി മൈനസ് സൈൻ -60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2. നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫോമുലയാണ് സൈൻ മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. അതുകൊണ്ട് തന്നെ സൈൻ -60 ഡിഗ്രിയെ നമുക്ക് മൈനസ് സൈൻ 60 ഡിഗ്രി എന്നെഴുതാവുന്നതാണ്. ദെൻ ഇവിടുത്തെ ആ മൈനസ് നടുക്കിലെ മൈനസ്, അതുപോലെ സൈൻ -60 ഡിഗ്രിയുടെ മൈനസും കൂടി അത് പ്ലസ് ആയി മാറും വിച്ച് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു 1/2 സൈൻ 80 ഡിഗ്രി മൈനസ് സൈൻ 100 ഡിഗ്രി പ്ലസ് സൈൻ 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു 1/2 സൈൻ 80 ഡിഗ്രി. ഇനി നമുക്ക് ആ മൈനസ് എന്നുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ -1/2 ഇൻറ്റു സൈൻ 100 ഡിഗ്രി മൈനസ് 1/2 ഇൻറ്റു സൈൻ 60 ഡിഗ്രി. നമുക്കറിയാം വാല്യൂ ഓഫ് സൈൻ 60 ഈസ് √3/2. ദെൻ ഈക്വൽ ടു -1/2 ഇൻറ്റു 1/2 സൈൻ 80 ഡിഗ്രി മൈനസ് 1/2 ഇൻറ്റു സൈൻ 100 ഡിഗ്രി മൈനസ് 1/2 ഇൻറ്റു √3/2 ഈക്വൽ ടു -1/2 ഇൻറ്റു 1/2 ഇൻറ്റു സൈൻ 80 ഡിഗ്രി മൈനസ് 1/2 ഇൻറ്റു സൈൻ 100 ഡിഗ്രി മൈനസ്, ആ രണ്ട് ടേം മൾട്ടിപ്പിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് √3/2 ഇൻറ്റു 1/2 എന്നുള്ളത് √3/4 എന്ന് ലഭിക്കുന്നതാണ് ഈക്വൽ ടു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം സൈൻ 100 ഡിഗ്രിയെ നമുക്ക് സൈൻ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി എന്ന് എഴുതാം. ദെൻ ഈക്വൽ ടു -1/2 ഇൻറ്റു 1/2 സൈൻ 80 ഡിഗ്രി മൈനസ് 1/2 ഇൻറ്റു സൈൻ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി മൈനസ് √3/4. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സൈൻ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി, 180 എന്നുള്ളത് 90യുടെ ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഫങ്ഷൻ യാതൊരു ചേഞ്ചും വരുന്നില്ല. അതുകൊണ്ട് തന്നെ സൈൻ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രിയെ നമുക്ക് സൈൻ 80 ഡിഗ്രി എന്ന് എഴുതാം. അടുത്തതായി അതിൻ്റെ സൈനിന് എന്തെങ്കിലും, അതായത് അതിൻ്റെ ചിഹ്നത്തിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് 100 ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്,
സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ഫംഗ്ഷൻ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ അതിന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. നമുക്ക് സൈൻ 100 ഡിഗ്രിയെ നമുക്ക് ഡയറക്റ്റായി സൈൻ 80 ഡിഗ്രി എന്ന് എഴുതാവുന്നതാണ്. Then our equation becomes minus 1/2 into 1/2 sin 80 degree minus 1/2 sin 80 degree minus root 3/4. ഇപ്പോൾ ആദ്യത്തെ ടേമിനെ രണ്ടാമത്തെ ടേമും തമ്മിൽ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. ആൻഡ് minus 1/2 into minus root 3/4 equal to root 3/8. ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഫോർമുല എന്ന് പറയുന്നത് സൈൻ മൈനസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. നെക്സ്റ്റ് പ്രോബ്ലം. പ്രൂവ് ദാറ്റ് r into a square plus b square plus c square equal to abc into cot a plus cot b plus cot c. ഇത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. RHS ഈക്വൽ ടു എ ബി സി ഇൻറ്റു കോട്ട് എ പ്ലസ് കോട്ട് ബി പ്ലസ് കോട്ട് സി. ആൻഡ് വി നോ ദാറ്റ് കോട്ട് തീറ്റ ഈക്വൽ ടു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. അതുകൊണ്ട് തന്നെ കോട്ട് എ ഈക്വൽ ടു കോസ് എ ഡിവൈഡഡ് ബൈ സൈൻ എ, കോട്ട് ബി ഈക്വൽ ടു കോസ് ബി ഡിവൈഡഡ് ബൈ സൈൻ ബി, cot c equal to cos c divided by sin c. Then our equation becomes abc into cos a by sin a plus cos b by sin b plus cos c by sin c equal to ഇതിൽ നിന്നും നമുക്ക് a എന്നുള്ളതും ഡിവൈഡഡ് ബൈ സൈൻ എ എന്നുള്ളതും ആദ്യത്തെ ടേമിൽ മാറ്റി നിർത്തുകയാണെങ്കിൽ a by sin a ഇൻറ്റു ബി സി കോസ് എ പ്ലസ് ഇതുപോലെ തന്നെ ബി ഡിവൈഡഡ് ബൈ സൈൻ ബി ഇൻറ്റു സി എ കോസ് ബി പ്ലസ് സി ഡിവൈഡഡ് ബൈ സൈൻ സി ഇൻറ്റു എ ബി കോസ് സി. ഇനി നമുക്കറിയാവുന്നതാണ് സൈൻ റൂൾ. ആ സൈൻ റൂളാണ് അടുത്തതായി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇൻ എനി ട്രയാങ്കിൾ എ ബി സി എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു c by sin c equal to 2r, where capital A, B, C represent the angles of the triangle ABC. Small letters A, B, C represents the sides opposite to angles ABC respectively, and R is the circumradius of the triangle. ഇപ്പോൾ സൈൻ റൂൾ അനുസരിച്ച് നമുക്ക് എ ബൈ സൈൻ എ എന്നുള്ളതിനെ നമുക്ക് 2r എന്ന് എഴുതാം, ബി ബൈ സൈൻ ബി എന്നുള്ളതിനെ 2r എന്ന് എഴുതാം, സി ബൈ സൈൻ സി എന്നതിന് പകരമായും 2r എന്ന് എഴുതാം. ഇനി ഓരോ ടേമിലും 2r എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ പുറമേക്ക് എടുക്കാവുന്നതാണ്. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു 2r ഇൻറ്റു ബി സി കോസ് എ പ്ലസ് സി എ കോസ് ബി പ്ലസ് എ ബി കോസ് സി, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു നമ്മൾ ആ 2 എന്നുള്ളത് ഓരോ ടേമിൻ്റെയും കൂടി ഉൾപ്പെടുത്തുന്നു. ആർ ഇൻറ്റു 2bc കോസ് എ പ്ലസ് 2ca കോസ് ബി പ്ലസ് 2ab കോസ് സി. ഇനി ഇവിടെ നമുക്ക് കൊസൈൻ റൂൾ അപ്ലൈ ചെയ്യാം. ഇൻ എനി ട്രയാങ്കിൾ എ ബി സി a square equal to b square plus c square minus 2bc cos a, b square equal to c square plus a square minus 2ca cos b, c square equal to a square plus b square minus 2ab cos c. ഈ കൊസൈൻ റൂൾ നമുക്ക് ഓരോ ടേമിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2bc cos a എന്നതിന് പകരമായി നമുക്ക് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നും 2ca കോസ് ബിക്ക് പകരമായി സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നും 2ab കോസ് സിക്ക് പകരമായി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എന്നും എഴുതാവുന്നതാണ്. കുറേ ടേംസുകൾ ക്യാൻസൽ ചെയ്ത് കളയാവുന്ന
and which is equal to r into a square plus b square plus c square which is equal to left hand side. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫോർമുലയാണ് സൈൻ റൂൾ ആൻഡ് കൊസൈൻ റൂൾ. നെക്സ്റ്റ് പ്രോബ്ലം, ഡിഫറൻഷിയേറ്റ് എക്സ് റൈസ് ടു n by the method of first principles. അതിനുവേണ്ടി നമുക്ക് ലെറ്റ് ഡെൽറ്റ എക്സ് ബി എ സ്മോൾ ഇൻക്രിമെൻറ്റ് ഇൻ എക്സ് ആൻഡ് delta y be the corresponding increment in y. Then ആദ്യം നമുക്ക് y equal to x raised to n എന്ന് എഴുതാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സിനോട് കൂടി ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഇൻക്രിമെൻ്റ് ആഡ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയി വൈനോട് കൂടി ഡെൽറ്റ വൈ ആഡ് ചെയ്യുന്നതാണ്. Then y plus delta y equal to x plus delta x all raised to n. ഇതിൽ നിന്നും ഡെൽറ്റ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റൈസ് ടു എൻ മൈനസ് എക്സ് റൈസ് ടു എൻ. അടുത്തതായി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റൈസ് ടു എൻ മൈനസ് എക്സ് റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു limit delta x tends to 0, x plus delta x all raised to n minus x raised to n divided by delta x. അടുത്തതായി ആൾജിബ്രായിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഡിനോമിനേറ്ററിനോട് കൂടി ഒരു എക്സ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സബ്ട്രാക്റ്റും ചെയ്യാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡെൽറ്റ എക്സ് 0 ആണെങ്കിൽ അഥവാ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആണെങ്കിൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു എക്സ് ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ടെൻസ് ടു 0 ആണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ടെൻസ് ടു എക്സ്. അതായത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സിലെ ഡെൽറ്റ എക്സ് എന്നുള്ളത് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്സ് എന്നുള്ള വാല്യൂ കിട്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന ലിമിറ്റിന് പകരം നമുക്ക് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു എക്സ് എന്ന് ഉപയോഗിക്കാവുന്നതാണ്. ബ്രാക്കറ്റിൽ വളരെ കൃത്യമായി റീസൺ നൽകിയിട്ടുണ്ട്. ദെൻ ലിമിറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടെൻസ് ടു എക്സ്, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഓൾ റൈസ് ടു എൻ മൈനസ് എക്സ് റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് എക്സ്. അടുത്തതായി നമുക്ക് ആൾജിബ്രായിക്കൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ആൾജിബ്രായിക്കൽ ലിമിറ്റ് പ്രകാരമാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റൈസ് ടു എൻ മൈനസ് 1. ഈ ആൾജിബ്രായിക്കൽ ലിമിറ്റ് നമുക്ക് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കും എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പ്രോബ്ലത്തിലെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നുള്ളത് ആൾജിബ്രായിക്കൽ ലിമിറ്റിൽ എക്സും അതുപോലെ പ്രോബ്ലത്തിലെ എക്സ് എന്നുള്ളത് ആൾജിബ്രായിക്കൽ ലിമിറ്റിലെ എയുമാണ്. Therefore, d by dx of x raised to n equal to n into x raised to n minus 1. Next problem. A particle moves such that the displacement from a fixed point O is always given by s equal to 5 into cos nt plus 4 into sin nt, where n is a constant. Prove that the acceleration is proportional to its displacement s at the instant. Given s equal to, that is displacement equal to 5 into cos nt plus 4 into sin nt. We have to prove that acceleration is proportional to its displacement. അതായത് ആക്സലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. That is A is proportional to S. That is A equal to some constant into S. അതിനുവേണ്ടി
given displacement of the particle is s equal to 5 into cos nt plus 4 into sin nt. Acceleration കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആദ്യമായി നമുക്ക് velocity കണ്ടുപിടിക്കാം. For this differentiating displacement with respect to time, then velocity v equal to ds by dt equal to 5 മാറ്റി നിർത്തി cos nt യുടെ ഡെറിവേറ്റീവ് മൈനസ് sin nt ഇൻറ്റു n പ്ലസ് 4 മാറ്റി നിർത്തി sin nt യുടെ ഡെറിവേറ്റീവ് cos nt ഇൻറ്റു n which is equal to minus 5n into sin nt plus 4n into cos nt. അടുത്തതായി acceleration a equal to dv by dt. ഒന്നുകിൽ വെലോസിറ്റിയെ ഒരു പ്രാവശ്യം ടൈം വെച്ച് ഡിഫറൻഷിയേഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്റ്റ് ടു ടി 2 ടൈംസ്. ഇപ്പോൾ നമുക്കിവിടെ വെലോസിറ്റി കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ വെലോസിറ്റിയെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ഡിഫറൻഷിയേഷൻ ചെയ്യാം വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. ദാറ്റ് ഈസ് മൈനസ് 5n കോൺസ്റ്റൻറ്റ് മാറ്റി നിർത്തി സൈൻ എൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് എൻ ടി ഇൻറ്റു എൻ പ്ലസ് 4n മാറ്റി നിർത്തി കോസ് എൻ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എൻ ടി ഇൻറ്റു എൻ which is equal to minus 5n square cos nt minus 4n square sin nt. അതിൽ നിന്നും നമുക്ക് മൈനസ് എൻ സ്ക്വയർ കോമൺ ടേം ആയതുകൊണ്ട് പുറമേക്ക് എടുക്കാം. ദെൻ മൈനസ് എൻ സ്ക്വയർ ഇൻറ്റു 5 cos nt പ്ലസ് 4 ഇൻറ്റു sin nt which is equal to minus n square into s. Since the acceleration a equal to minus n square into s, അതായത് ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ഓഫ് എസ് എന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു എസ്. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ്. Next problem. Find the equation of the tangent and normal to the curve y equal to 3x square plus x minus 2 at 1, 2. ടാൻജൻറ്റിൻ്റെയും നോർമലിൻ്റെയും ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാം. ദെൻ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ഈക്വൽ ടു dy by dx. 3x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 3 മാറ്റി നിർത്തി x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, ദെൻ 3 ഇൻറ്റു 2x 6x പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് x ഈക്വൽ ടു 1 ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് മൈനസ് 2 0. ദെൻ സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് ഈക്വൽ ടു dy by dx ഈക്വൽ ടു 6x പ്ലസ് 1. ഇനി 1, 2 എന്ന് പറയുന്ന പോയിന്റിൽ dy by dx കണ്ടുപിടിക്കാൻ വേണ്ടി 6x പ്ലസ് 1ലെ എക്സിന് പകരം 1 എന്നുള്ള വാല്യൂ, വൈക്ക് പകരം 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ y ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എക്സിന് പകരം 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 7. ദെൻ സ്ലോപ്പ് ഓഫ് ദി നോർമൽ, നമുക്കറിയാം സ്ലോപ്പ് ഓഫ് ദി ടാൻജൻറ്റ് dy by dx ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് ദി നോർമൽ എന്ന് പറയുന്നത് minus 1 divided by dy by dx which is equal to minus 1 by 7. Now equation of the tangent is y minus y1 equal to dy by dx into x minus x1. നമുക്കിവിടെ x1നും y1നും പകരം 1, 2 എന്നുള്ള ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ dy by dxന് പകരം 7 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. Then y minus 2 equal to 7 into x minus 1 implies y minus 2 equal to 7x minus 7 implies 7x minus y minus 5 equal to 0. അടുത്തതായി equation of the normal is
y minus y1 equal to minus 1 divided by dy by dx into x minus x1. Values substitute ചെയ്യുകയാണെങ്കിൽ y minus 2 equal to minus 1 by 7 into x minus 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിനോമിനേറ്ററിലെ 7 എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ മൾട്ടിപ്പിൾ ചെയ്യുന്നതായി വരും. അപ്പോൾ 7 ഇൻറ്റു വൈ മൈനസ് 2 ഈക്വൽ ടു minus 1 into x minus 1 implies 7y minus 14 equal to minus plus 1 implies x plus 7y minus 15 equal to 0. The equation of the tangent is y minus y1 equal to dy by dx into x minus x1, and equation of the normal is y minus y1 equal to minus 1 divided by dy by dx into x minus x1.